ഇന്ന് അന്താരാഷ്ട്ര മാധ്യമ രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പും പുതിയ പാപ്പായെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സ്ഥാപനമാണ് കത്തോലിക്കാ സഭ. റോമാ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ 2000 വർഷത്തിലധികം നിലനിന്നിട്ടുള്ള ഒരു വ്യവസ്ഥിതിയും ഇന്ന് ലോകത്തിലില്ല. എന്നാൽ 20 നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന കത്തോലിക്കാ സഭാംഗങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായി ജീവിച്ചു വരുന്നുണ്ട്. 8 ബില്യണിലധികം ജനസംഖ്യയുള്ള ഭൂമിയിലെ 18% മനുഷ്യർ ഇന്ന് കത്തോലിക്കരാണ്. ഇത്ര ചരിത്ര പശ്ചാത്തലമുള്ള സഭയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇറ്റാലിയൻ നഗരമായ റോമിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചെറിയ സ്വതന്ത്ര രാഷ്ട്രമെന്നറിയപ്പെടുന്ന വത്തിക്കാന്റെ സ്വാധീനം ലോകത്താകമാനമുള്ള കത്തോലിക്കരെ മാത്രമല്ല മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെയും ലോകരാഷ്ട്രങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെയും ഒരുക്കത്തോടെയും കൂടി മാത്രമേ കർദിനാൾ തിരുസംഘം സഭയുടെ പുതിയ ഇടയനെ പരിശുദ്ധാത്മ സഹായത്താൽ തിരഞ്ഞെടുക്കുകയുള്ളൂ. ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പായ്ക്ക് ശേഷം 2025 മെയ് 8 തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രിവോസ്റ്റ് തന്റെ പേപ്പൽ നാമമായി ലിയോ 14 എന്ന പേര് സ്വീകരിക്കുകയുണ്ടായി. ലിയോ 14 പാപ്പയെയും കൂട്ടിച്ചേർത്താൽ ചരിത്രത്തിൽ 14 തവണയാണ് ലിയോ എന്ന പേര് പാപ്പമാർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ 21 പാപ്പമാർ സ്വീകരിച്ച ജോൺ എന്ന പേരാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത്. ചരിത്രത്തിൽ അറ്റില്ല ദി ഹൺ എന്നറിയപ്പെടുന്ന കിരാതനായ ഭരണാധികാരി യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതിലും ഇരച്ചു കയറിയപ്പോൾ 5-ാം നൂറ്റാണ്ടിൽ സഭയെ നയിച്ചിരുന്ന ലിയോ ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന ലിയോ 1 പാപ്പായുടെ ഇടപെടൽ മൂലമാണ് യുദ്ധവൈദഗ്ധ്യമുള്ള അറ്റില്ല റോമിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്ന് ചരിത്രം. റാഫേൽ എന്നറിയപ്പെടുന്ന വിഖ്യാതനായ ചിത്രകാരന്റെ പെയിന്റിംഗിൽ പോപ്പ് ലിയോ 13 അറ്റില്ല ദി ഹണ്ണിന്റെയും കൂടിക്കാഴ്ച ചിത്രീകരിച്ചിട്ടുണ്ട്. 1514 ഈ പെയിന്റിംഗ് വത്തിക്കാനിലെ അപ്പസ്തോലിക് പാലസിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ബലപ്രയോഗങ്ങളോ കലാപങ്ങളോ ഇല്ലാതെ സമാധാന ഉടമ്പടികൾ സ്ഥാപിക്കുവാൻ സാധിക്കും എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ പെയിന്റിംഗ്. അതേസമയം ലിയോ 14 പാപ്പ ആദ്യമായി പറഞ്ഞതും സമാധാനം ആഹ്വാനം ചെയ്തായിരുന്നു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ചരിത്ര പ്രസിദ്ധി ആർജിച്ച ബാൽക്കണിയിൽ പാപ്പ പറഞ്ഞത് സമാധാനം നിങ്ങളോട് കൂടെ എന്നതാണ്. ശക്തിയും ധൈര്യവും വിളിച്ചോതുന്ന ലിയോ എന്ന ലാറ്റിൻ വാക്ക് ഇംഗ്ലീഷിലെ ലയൺ എന്ന വാക്കിന് അർത്ഥം വയ്ക്കുന്നതാണ്. ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിനും ക്രൈസ്തവീകതയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും ഒരു ധൈര്യത്തിന്റെ കാഹളധ്വനിയായി മാറാം ലിയോ 14 പാപ്പായുടെ നാളുകൾ എന്ന് നമുക്ക് കരുതാം. ചരിത്രത്തിൽ ലിയോ എന്ന പേര് പേപ്പസിയിൽ വന്നിട്ട് 1 നൂറ്റാണ്ടിലധികം കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നറിയപ്പെടുന്ന റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം എഴുതിയ ലിയോ 13 ആയിരുന്നു ലിയോ എന്ന പേര് സ്വീകരിച്ച അവസാന പോപ്പ്. നിർമ്മിത ബുദ്ധിയിലൂടെ ഉരുവാകുന്ന 2ാം വ്യാവസായിക വിപ്ലവത്തിന്റെ ഈ കാലഘട്ടത്തിൽ ജീവനും മനുഷ്യമഹാത്മ്യത്തിനും ഊന്നൽ നൽകുന്ന സാമൂഹിക പ്രബോധനങ്ങൾ നൽകുവാനായി പ്രഥമ വ്യാവസായിക വിപ്ലവ കാലത്ത് റേരും നൊവാരും എന്ന രേഖയിലൂടെ ലോകത്തിന് വെളിച്ചം നൽകിയ 1878 മുതൽ 1903 വരെ സഭയ്ക്ക് നേതൃത്വം നൽകിയ ലിയോ 13 ചിന്തകൾക്ക് സ്ഥാനം കൊടുത്താണ് കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് ലിയോ 14 എന്ന പേപ്പൽ നാമം സ്വീകരിച്ചത്. ലിയോ എന്ന നാമം സ്വീകരിച്ച 5-ാം നൂറ്റാണ്ടിലെ പോപ്പ് ലിയോയ്ക്ക് ശേഷം 7-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുവിന് ദൈവികവും മാനുഷികവുമായ 2 പ്രകൃതികളുണ്ടെങ്കിലും ഒരു മനസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വാദികതയെ എതിർത്ത 6ാമത്തെ എക്യുമെനിക്കൽ കൗൺസിലിനെ സ്ഥിരീകരിച്ച ലിയോ 2 പാപ്പ ചരിത്രത്തിലേക്ക് വരുന്നത്. ഷാലമയൻ രാജാവിനെ റോമിന്റെ ചക്രവർത്തിയായി കിരീടമണിയിച്ച ലിയോ 3 ടൈബർ നദിയുടെ പശ്ചിമതിരോട് ചേർന്നുള്ള വത്തിക്കാൻ കുന്നിലെ പ്രദേശത്തെ കോട്ട കെട്ടിയുറപ്പിച്ച 9-ാം നൂറ്റാണ്ടിലെ ലിയോ 4 10-ാം നൂറ്റാണ്ടിൽ വെറുമൊരു മാസക്കാലം മാത്രം സഭയെ നയിക്കുകയും സഭയ്ക്കെതിരായ സ്വപ്രഖ്യാപിത ആന്റിപോപ്പിനാൽ തടവിലാക്കപ്പെട്ട ലിയോ 5 10-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു വർഷം തികച്ച് പദവിയിൽ തുടരാൻ സാധിക്കാതിരുന്ന ലിയോ 6 ആശ്രമജീവിതത്തിന് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന ലിയോ 7 ഓട്ടോ 1 ചക്രവർത്തി നിയോഗിച്ച ലിയോ 8 11-ാം നൂറ്റാണ്ടിൽ സഭയിലെ വലിയ പിളർപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കെ പാപ്പയായിരുന്ന് സഭയെ നയിച്ച ലിയോ 9 പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷന്റെ ആരംഭ സമയങ്ങളിൽ കൃത്യതയോടെ സഭാമക്കൾക്ക് നിർദ്ദേശം നൽകുകയും പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളിൽ നിന്ന് സഭയെ വേർതിരിച്ച് പ്രൊട്ടസ്റ്റന്റ് വാക്താവായ മാർട്ടിൻ ലൂതറിന് സഭ ഭ്രഷ്ട് കൽപ്പിച്ച ലിയോ 10 വെറും 27 ദിവസം മാത്രം മാർപ്പാപ്പിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ലൈറ്റനിങ് പോപ്പ് എന്നറിയപ്പെടുന്ന ലിയോ 11 വളരെ യഥാസ്ഥിതികനും അതേസമയം മിഷണറി പ്രവർത്തനവും വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിച്ച ലിയോ 12 തൊഴിലാളികളുടെ പാപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ നിത്യവിശ്രമത്തിനായി വിളിക്കപ്പെട്ട ലിയോ 13 പാപ്പയടക്കം 13 പേരാണ് ചരിത്രത്തിൽ ലിയോ എന്ന നാമം പേപ്പസയ്ക്ക് ഉപയോഗിച്ചത്. ഇവരിൽ 4 പേരോളം 10-ാം നൂറ്റാണ്ടിൽ തന്നെ സഭയെ നയിച്ചവരാണ്. വിശ്വാസി സമൂഹത്തിന് ധൈര്യവും ഊർജ്ജവും പകരുന്ന പാരമ്പര്യ വിശ്വാസങ്ങളെ ശക്തമായി പിന്തുണച്ചുകൊണ്ടുള്ള പാപ്പായുടെ നേതൃത്വത്തെ ഈ നിർമ്മിത ബുദ്ധി അരങ്ങുവാഴുന്ന ഇക്കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാം.